Hi, this is Akshita. Welcome to Magna Vision TV's Cuisine Explore. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഡിഷ് ഉണ്ടല്ലോ, വെണ്ടക്ക മപ്പാസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കിയാലോ. ഞാൻ ഇവിടെ വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക ഒരു 2 ഇഞ്ച് ഇതിൽ ലെങ്ത്തിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഇത് 2 ഇഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ 2 ഇഞ്ചൊന്നും ഇല്ല, ഞാൻ തട്ടിമുട്ടി മുറിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മളിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മപ്പാസ് ആയതുകൊണ്ട് നമുക്ക് 1-ാം പാലും 2-ാം പാലും ആവശ്യമുണ്ട്, തേങ്ങാപ്പാലിൻ്റെ. പിന്നെ അതേപോലെ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ഉണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വലിയൊരു സവാള കനം കുറഞ്ഞ് മുറിച്ചേക്കുന്നതുണ്ട്. തക്കാളി ഉണ്ട്, ഇത് 2-ാം പാലാണ് കേട്ടോ. പിന്നെ തക്കാളി ഒരു 2 മീഡിയം സൈസ്, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി, ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ആണെന്നാണെങ്കിൽ 1 പിന്നെ നമുക്ക് കറിയിൽ താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 കായ്മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി സ്ലൈസ് ചെയ്തെടുത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ്, വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. വെണ്ടയ്ക്കയും കുറച്ച് ഉപ്പും ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും വെണ്ടയ്ക്കയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണേ. വേറെ ഒന്നും ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതിൻ്റെ ആ മെഴുമെഴുപ്പും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. നമ്മുടെ വെണ്ടയ്ക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ആ മെഴുമെഴുപ്പൊക്കെ മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് സ്റ്റിർ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക പ്ലേറ്റിലേക്ക് മാറ്റാം. വെണ്ടക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പാനൊന്നും മാറ്റുന്നില്ല, സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക. പാൻ ഓൾറെഡി ചൂടായി കിടക്കുവാണല്ലോ, അപ്പം വെളിച്ചെണ്ണയും വേഗം ചൂടാവും. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇത് ആഡ് ചെയ്യുവാണേ. അധികം മൂക്കൊന്നും വേണ്ട. ഞാൻ ഇതിനകത്തേക്ക് സവാള ആഡ് ചെയ്യുക. അതിന് കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണേ. പച്ചമുളകും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പകുതിയെ പച്ചമുളക് എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവസാനം പറഞ്ഞുതരാം. പിന്നെ 2-ാമത്തെ പ്രാവശ്യം ഞാൻ പച്ചമുളക് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം അതെന്തിനാണ് ഞാൻ മാറ്റി വെച്ചത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വാടണം എന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മതി. അല്ലാതെ ഭയങ്കരമായിട്ടൊന്ന് വഴന്ന് ഫുൾ കളറൊക്കെ ചേഞ്ചായി സവാള അടിഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടട്ടെ. ഒന്ന് വാടി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്.
ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മപ്പാസിൻ്റെ കളർ ചേഞ്ച് ആകാൻ പാടില്ല. മപ്പാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് മഞ്ഞ കളറൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകിന് അത്യാവശ്യം കുറച്ച് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം രീതിയിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക, കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടേബിൾ സ്പൂൺ അത്രയും മതി. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ആ പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടിയൊക്കെ മൂത്ത് വന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക നമ്മുടെ ആ മസാലേൻ്റെ അകത്തൊക്കെ ഇട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് പിടിക്കട്ടെ, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ 2ാം പാൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ വെണ്ടക്ക നന്നായിട്ട് മിക്സായി ഇതിൻ്റെ കൂടെ യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ 2ാം പാൽ ഒഴിക്കാൻ പോവുക. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാൻ നമ്മുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ തേങ്ങാപ്പാലൊക്കെ വെച്ച് ഒഴിച്ച് ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറി ആയതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ച് തീർക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നാണെങ്കിൽ വേഗം വളിച്ചു പോകും, കറി മോശമായി പോകും. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ടേ. കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി കുറുകി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ 1ാം പാൽ ഒഴിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഉപ്പൊക്കെ നോക്കി എല്ലാം ബാലൻസ്ഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 1ാം പാൽ ഒഴിക്കുക ഇതിൻ്റെ അകത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് വെള്ളത്തിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ, അത് നിങ്ങൾക്കനുസരിച്ചിട്ട് ഇരിക്കും, അങ്ങനെ ആഡ് ചെയ്തെടുത്ത 1ാം പാലാണേ. അപ്പോൾ 1ാം പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പച്ചമുളക് ഇടുന്ന സമയത്ത് ഒരു 2-3 പച്ചമുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് തേങ്ങാപ്പാലിൽ കിടന്ന് കുക്കാകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുവാണേ. തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്നും താളിച്ചിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ മാറ്റി വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. തിള വന്നു, ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിലയുണ്ട്, ചെറിയുള്ളി ഉണ്ട്, കായ്മുളകുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. പാൻ ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം.
എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെറിയുള്ളിയും കായ്മുളകും കറിവേപ്പിലയും കൂടെ ഇടാം. എണ്ണ ചൂടായി കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ചെറിയുള്ളി മുറിച്ച് വെച്ചേക്കുന്നത് ഇടുവാണേ. ഒരു 3 കായ്മുളക് പകുതി വെച്ച് മുറിച്ചത്. കറിവേപ്പിലയും കൂടെ ഇടാം കേട്ടോ. ഒന്ന് ചൂടാക്കി ഒന്ന് മുരിപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ. ആ ചെറിയുള്ളി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി. നമ്മൾ സവാള പോലെയല്ല ചെറിയുള്ളി കേട്ടോ. കുറച്ച് നമുക്കൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്ന ഒരു സാധനമാണ് ചെറിയുള്ളി. പക്ഷേ ഏറ്റവും ഗുണമുള്ള കാര്യവും ചെറിയുള്ളിയാണ്. അതുകൊണ്ട് ചെറിയുള്ളി ഇല്ലയെന്നാണെങ്കിൽ സവാള വെച്ച് റീപ്ലേസ് ചെയ്യാൻ നോക്കരുത് കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ സവാള വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് കറിവേപ്പിലയും കായ്മുളകും മാത്രം ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് താളിക്കാം. പക്ഷേ ചെറിയുള്ളി ഇല്ലയെന്നാണെങ്കിൽ സവാള വെച്ച് റീപ്ലേസ് ചെയ്യണ്ട. കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ചെറുതായിട്ട് ഒന്നും കൂടെ ഗോൾഡൻ ബ്രൗൺ ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മുടെ വെണ്ടക്ക മപ്പാസിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ താളിച്ച ഇതും കൂട്ടും കൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണേ. നമ്മൾ താളിച്ച കൂട്ട് ഞാൻ കറീനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ വെണ്ടക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം അല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിനി ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് വരാം കേട്ടോ.